എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റൊമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാ വീടുകളിലും ഒരു കാർ, അതാണ് രത്തൻ ടാറ്റ കണ്ട സ്വപ്നം. അങ്ങനെയാണ് നാനോ കാർ അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. ടാറ്റ കാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറാനാണ് നോക്കുന്നത്. അപ്പോൾ ടാറ്റ ഏറെ മുമ്പിലാണ് ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ടാറ്റയുടെ ഇലക്ട്രിക് കാറുകളാണ്. അപ്പം നിലവിലിപ്പം നമുക്ക് ഐസ് കാറുകൾ ഓടിക്കുന്നത്, അതായത് എഞ്ചിനുള്ള കാറുകൾ ഓടിക്കുന്നവർക്ക് പുതുതായിട്ടൊരു വാഹനം മേടിക്കുന്ന സമയത്തേക്ക് ഇലക്ട്രിക് കാർ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പലർക്കും റേഞ്ച് ആങ്സൈറ്റി, അതുപോലെ ബാറ്ററിയുടെ വാറണ്ടി ഇതിപ്പോഴും ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ടോട്ടലി ഒരു പരിഹാരമായിട്ടാണ് ടാറ്റ വന്നിരിക്കുന്നത്. ആ ഒരു വാഹനമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടാറ്റയുടെ ഏറ്റവും പുതിയ പഞ്ചാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ടാറ്റ ഈ പറയുന്ന റേഞ്ച് ആങ്സൈറ്റി അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി വാറണ്ടിയെ നേരിട്ടത് എന്നുള്ളതാണ് നമ്മളിപ്പം പറയാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് നിലവിൽ പഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പഞ്ച് വന്ന സമയത്ത് തന്നെ 5 സ്റ്റാർ സിറ്റി റേറ്റിങ്ങോടെ വന്നൊരു വാഹനമാണ്. ശരിക്കും വർഷങ്ങളോളം മാരുതിയുടെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തൊരു വാഹനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് മാരുതി ആയിരുന്നു ലൈക്ക് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ ടോപ്പ് സെയിൽസ് ചാർട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ സെയിൽസിൽ ഏറ്റവും ടോപ്പായിട്ട് വന്നൊരു വാഹനമാണ് പഞ്ച്. ഇപ്പോഴും കറൻ്റ്ലി ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ സെയിൽസിലുള്ളൊരു വാഹനമാണ് പഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ ആങ്സൈറ്റിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു വാഹനം ചാർജ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പോയ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ചാർജ് തീരുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റുമോ, വണ്ടി വഴിയിലാകുമോ, ഇനിയിപ്പം കുറേ നാൾ കഴിയുമ്പോൾ ബാറ്ററിയുടെ വാറണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ ബാറ്ററി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഹ്യൂമായിട്ടുള്ള ഒരു പൈസ മുടക്കേണ്ടി വരും എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ടാറ്റ ഇപ്പം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈഫ് ലോങ് വാറണ്ടി വാഹനത്തിൽ കൊടുത്തു എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. 15 വർഷത്തേക്ക് നമുക്ക് ധൈര്യമായിട്ട് ഈ വാഹനങ്ങൾ നമുക്ക് നിരത്തിൽ ഓടിക്കാനായിട്ട് പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ടെൻഷനായിരുന്നു, വാഹനം മേടിച്ച് കഴിഞ്ഞാൽ പകുതി വിലയ്ക്ക് പോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വാഹനം കുറച്ച് കഴിയുമ്പോൾ ആക്രി വിലയ്ക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഈ ലൈഫ് ലോങ് വാറണ്ടിയോടുകൂടി മാറി എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റേഞ്ച് ആങ്സൈറ്റി കംപ്ലീറ്റ് മാറി എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 25 കിലോ വാട്ട് 35 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ആയിരുന്നു. അപ്പോൾ അതിലും വലിയ ബാറ്ററി പാക്ക് നമുക്ക് നിലവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും അതുപോലെ നിലവിലുണ്ടായിരുന്ന 25-ന് 30 കിലോ വാട്ട് ബാറ്ററി പാക്ക്, അങ്ങനെ 2 റേഞ്ചസിൽ നമുക്ക് വാഹനം അവൈലബിൾ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് റേഞ്ച് അങ്ങനെ ഗണ്യമായിട്ട് കൂടുകയും ചെയ്തിട്ടുണ്ട്. അതായത് 40 കിലോ വാട്ട് വരുമ്പോൾ 463 കിലോമീറ്റർ റേഞ്ചിലേക്ക് വാഹനം മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. 30 കിലോയിലേക്ക് വരുന്ന സമയത്തേക്ക് ഏകദേശം 300 അടുത്ത് തന്നെ റേഞ്ചസ് നമുക്ക് ഈ വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ഈ ബാറ്ററി പാക്ക് കൂടിയെങ്കിലും ഈ വാഹനത്തിന് വില കുറഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യമായിട്ട് പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഒരു ഇലക്ട്രിക് വാഹനം എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ടാറ്റ നമ്മളെല്ലാം ചിന്തിപ്പിക്കുകയും നമ്മളെ കൊണ്ട് നടന്നെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ വിലയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഓപ്ഷൻസെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പ്രധാനമായിട്ട് ബാറ്ററി വാടകയ്ക്ക് കൊടുക്കുന്നൊരു പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ട്. വിൻസറാണ് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നത്. ബാറ്ററി ബാസ് എന്നാണ് പറയുന്നത്, ബാറ്ററി ആസ് എ സർവീസായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് വാഹനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 6.5 ലക്ഷത്തിനകത്ത് നമുക്ക് വാഹനം മേടിക്കാനായിട്ട് പറ്റും. പിന്നെ ഓരോ കിലോമീറ്റർ ഓടിക്കുന്നതിൻ്റെ പൈസ ഏകദേശം 2 രൂപയാണെന്ന് തോന്നുന്നു, 2 രൂപ 30 പൈസയാണെന്ന് തോന്നുന്നു. അതനുസരിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിൽ ടെൻഷനില്ലാതെ ഓടിക്കുക. അത് പക്ഷേ 30 കിലോ വാട്ട് വരുന്ന വാഹനത്തിലാണ് അത് ഓഫർ ചെയ്യുന്നത്. 40 കിലോ വാട്ടിന് അതൊട്ട് ഓഫർ ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്ക് നമ്മളിവിടെ ഉള്ളത് 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരുന്ന വാഹനമാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 463 കിലോമീറ്റേഴ്സാണ് നമുക്ക് ഇവർ സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് പറയുന്നത്. അതായത് ടെസ്റ്റ് കണ്ടീഷൻസിലാണ് പറയുന്നത്. റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്തേക്കാണ് 355 കിലോമീറ്റർ ഷുവർ ഷോട്ടിൽ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഇവർ കമ്പനി അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഏറെക്കുറെ ചിന്തിക്കാം ഒരു 330 കിട്ടും എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് നമ്മളിരിക്കുന്നത്. അത് സാധാരണ ഇതുപോലൊരു കൊച്ചു വാഹനത്തിന് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റേഞ്ചാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ലൈക്ക് 40 കിലോ വാട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് ബാറ്ററി അല്ല ഇതിൻ്റെ ഒരു വാഹനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 10.89 ആണ് വാഹനത്തിൻ്റെ വിലയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 30 കിലോ വാട്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 9.69 വരുന്നത്. അപ്പോൾ ഏകദേശം 1 ലക്ഷത്തിന് വ്യത്യാസം 5 കിലോ വാട്ടിൻ്റെ ബാറ്ററി വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വാഹനം എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉള്ള വാഹനം മേടിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. നേരത്തെ ഒരു കാര്യമുണ്ട്, ഓപ്പൻ്റെ വാഹനത്തിലേക്ക് വരുമ്പോൾ 14 ലക്ഷത്തോളം അടുത്ത് ഓൺ റോഡ് പ്രൈസ് വരുന്നൊരു വാഹനമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഈ വാഹനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് സെല്ല് ചെയ്യാൻ പോകുന്ന വാഹനങ്ങൾ, ആൾക്കാർ ഏറ്റവും കൂടുതൽ ചിന്തിക്കാൻ പോകുന്ന വാഹനമാണ് പഞ്ച്. അതിൻ്റെ ഏറ്റവും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ച് വന്നപ്പോൾ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സേഫ്റ്റിയുടെ കാര്യത്തിലും ജനങ്ങളെ ടാറ്റയാണ് ചിന്തിപ്പിച്ച് തുടങ്ങിയത്. ഇന്ന് ടാറ്റ ഇറക്കുന്ന എല്ലാ വാഹനങ്ങളും 5 സ്റ്റാർ സേഫ്റ്റിക്ക് വേണ്ടി മത്സരിച്ചാണ് ഇറങ്ങുന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ പഞ്ചിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കാം.
ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളത് ഒരു കോപ്പർ കളറിലാണ് വന്നിരിക്കുന്നത്. 7-8 കളേഴ്സിലോളം വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേറ്റവും ഒരു എന്താ പറയുന്നത്, ചിലർക്കൊക്കെ ബ്രൗൺ കളർ ഇഷ്ടമാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്കിതിൻ്റെ റെഡ് കളർ അതുപോലെ തന്നെ അതിൻ്റെ ഒരു യെല്ലോ കളറൊക്കെയാണ് എനിക്ക് പൊതുവായിട്ട് ഇഷ്ടമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ഫേസിലേക്ക് വരുന്ന സമയത്തേക്ക് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിലും പെട്ടെന്ന് ലുക്കിൽ നമുക്ക് മാറ്റം വരുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈൻ ആ ഭാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. റൺ സെൻസിങ് ആയിട്ടുള്ള വൈപ്പേഴ്സ് വാഹനത്തിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഐ ബീം അസിസ്റ്റ് ഉള്ള ഒരു ഹെഡ് ലാംപ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈ ബീം ഇട്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കും നമ്മൾ ഹൈ ബീമിലാണ് ഓടുന്നത്, അതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ലോ ബീമിലേക്ക് മാറ്റണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ കോൺട്രിങ് ഫംഗ്ഷനുള്ള നമുക്കൊരു ഫോഗ് ലാംപ്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ DRL ലൈറ്റ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. കണക്റ്റഡ് ആയിട്ടൊന്നല്ല വരുന്നത്. സാധാരണ ടോപ്പ് എൻഡ് വാഹനങ്ങളിൽ കണക്റ്റഡ് ആയിട്ടുള്ള സംഭവം വരുമ്പോൾ അവർ കുറച്ചും കൂടെ ഡിസൈനിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടാറ്റയുടെ ലോഗോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ചാർജിങ് പോർട്ട് വരുന്ന ഇതിനകത്താണ് കേട്ടോ. ഇത് ഓൾറെഡി ഒരു പുതുമയുള്ള കാര്യമല്ല, പഞ്ചിനകത്ത് ഇവിടെ തന്നെ വന്നുകൊണ്ടിരുന്നത്. നമുക്ക് ചാർജിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ 40 കിലോവാട്ട് വരുന്ന സമയത്ത് കൂടുതൽ ചാർജിങ് സമയം എടുക്കുമെന്ന് വിചാരിക്കേണ്ട. കാരണം 65 കിലോവാട്ടിൻ്റെ ലൈക്ക് ചാർജർ വെച്ച് നമുക്ക് ഓൺബോർഡ് സപ്പോർട്ട് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞാൽ വെറും 15 മിനിറ്റും കൊണ്ട് 135 കിലോമീറ്റർ ഓടാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് 65ൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ 4.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വാഹനം ടോട്ടലി ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട് ഫേസ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. 360 ഡിഗ്രി ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു സ്ലോട്ടഡ് ആയിട്ട് വരുന്ന ഒരു എയർ ഡാം പോർഷനും ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര നീറ്റ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. വിലയും കുറഞ്ഞിട്ടുണ്ട്, റേഞ്ചും കൂടിയിട്ടുണ്ട്. വാഹനത്തിന് കാര്യമായിട്ടുള്ള ഒരു ഡയമെൻഷൻ്റെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നമുക്ക് പിന്നെ ഈ ഒരു വാഹനം ഇറങ്ങുന്നതിന് Active.ev എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ്. ആക്റ്റീവ് അതായത് ഒരു ബോൺ ഇലക്ട്രിക് ആണെന്ന് നമുക്ക് പറയാം. ഇലക്ട്രിക്കിന് വേണ്ടി തന്നെ ഒരു പ്ലാറ്റ്ഫോമിലാണ് വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ടയേഴ്സ് കാണാനായിട്ട് പറ്റും. 16 ഇഞ്ച് വരുന്ന ടയേഴ്സാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു അലോയ് വീൽസ് ഉണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് Tata.ev എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരു നല്ല റെസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ്. അതായത് നമ്മൾ ഈ ബ്രോൺസിലൊക്കെ അല്ലെങ്കിൽ ഒരു പിച്ചളയിൽ ക്ലാവ് പിടിക്കുന്ന പോലെ ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പച്ച കളറിൽ ഒരു കോപ്പർ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഇവിടെ മിറേഴ്സ് ഇവിടെ കാണാം. അതുപോലെ ഇവിടെ ഒരു 360 ഡിഗ്രിയുടെ കോമ്പിനേഷൻ വരുന്നൊരു ക്യാമറയുണ്ട്. അതുപോലെ ഇവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം എല്ലാം നമുക്ക് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു വശമൊക്കെ നമുക്ക് ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഒരു നോൺ ഫങ്ഷണലി ആയിട്ടുള്ള ഒരു റൂഫ് റെയിൽ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭംഗിയുടെ എലമെൻ്റാണ്. പിന്നെ ഇവിടെ ഒരു ഗ്രേ ക്ലാഡിംഗ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രേ ക്ലാഡിംഗ് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിലെ സെറ്റ് ടയേഴ്സ് നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിന് മറ്റുള്ള പ്രത്യേകത, ഇതൊരു SUV ടൈപ്പ് ഒരു വാഹനമാണ്. ഒരു മൈക്രോ SUV എന്നൊക്കെ നമുക്ക് പറയാം. ഒരു 195 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതൊരു വാട്ടറിൻ്റെ ഒരു ഇൻഗ്രഷൻ എന്നൊക്കെ പറയുന്നത് IP67 റേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾറെഡി വെള്ളത്തിലൊക്കെ ഇട്ടെന്ന് പറഞ്ഞാലും വാഹനത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണ് മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ കയറുന്ന സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൈഡിൽ നിന്ന് ഇതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത്. ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഡോറിൻ്റെ ഡിസൈനൊക്കെ ലൈക്ക് നമുക്ക് ഇവിടെയാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇത് 90+ ഡിഗ്രി ആണെന്ന് വേണമെങ്കിൽ പറയാം. 90 ഡിഗ്രി പറഞ്ഞാൽ കുറച്ച് നിവർന്ന് പറഞ്ഞു. ഇതിപ്പോൾ അങ്ങോട്ട് വാതിൽ പോവാണ്. ഈ 2 ഡോറൊക്കെ തുറന്നിട്ടാൽ നമുക്ക് ഓടി കയറി ഇറങ്ങി പോകാൻ പാകത്തിലാണ് ഇതിൻ്റെ ഡോസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അകത്തെ കാര്യങ്ങൾ ഞാൻ അകത്തോട്ട് പോകുമ്പോൾ പറയാം, കാരണം അകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പുറകു വശത്തേക്കൊന്ന് വരാം. ഇനി വാഹനത്തിൻ്റെ പുറകിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ ഒരു ഷാർഫിനെ കാണാം. ഡീഫോഗറുള്ള ഗ്ലാസ് പോയിട്ടുണ്ട്. ചെറിയ സ്പോയിലർ ഉണ്ട്. ഇവിടെ ഒരു വൈപ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ട് വരുന്ന ടെയിൽ ലാംപ്സ് ആണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആയിട്ടാണ് അതിനെ വന്നിരിക്കുന്നത്. Punch.ev എന്ന് പറയുന്ന ഒരു എംബോസ്ഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ഉണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോപ്പർ, അതൊരു പിച്ചളയ്ക്ക് അത് ഒരു ക്ലാവ് പിടിച്ചൊരു ഫീലിങ്ങിൽ വരുമ്പോൾ അത് ഒരു റസ്റ്റിക് ഫീലാണ് കിട്ടുന്നത്. നല്ല രസം തന്നെയാണ് കാണുമെന്ന് പറയുന്നത്. പിന്നെ എന്താ വ്യത്യാസം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കണ്ട് ഈ ബാക്കിലെ ബമ്പേഴ്സൊക്കെ നേരത്തെ ബ്ലാക്ക് കളർ ആയിരുന്നെങ്കിൽ ആ ഒരു കൺവെൻഷണൽ ഡിസൈനൊക്കെ മാറ്റിയതാണ് ഇവിടെ ഒരു ഗ്രേ ഫിനിഷിലേക്കും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സിൽവർ ഫിനിഷിലേക്കൊക്കെ ബാക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്നുള്ളതാണ്. പിന്നെ നമുക്ക് റിഫ്ലക്റ്റേഴ്സൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ബാക്കൊക്കെ എന്ന് പറഞ്ഞാൽ സിംപ്ലി സൂപ്പർബായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഇനി നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 366 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം അത് അത്യാവശ്യം നമുക്ക് ബാഗുകളൊക്കെ വെക്കാണ്ട് വരും. ഇപ്പോൾ ഞങ്ങൾ ഷൂട്ടിനൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ബാഗുകളൊക്കെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഒരു 2, 3, 4 സൂട്ട് കേസ് വെച്ച് നമുക്ക് യാത്ര ചെയ്യാണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ബാക്ക് നോക്കിക്കഴിഞ്ഞാലും ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ് പഞ്ചിൻ്റെ EV എന്ന് പറയുന്നത്. അപ്പോൾ വിലയൊക്കെ കുറച്ചപ്പോൾ അകത്ത് എന്തെങ്കിലുമൊക്കെ കുറവ് വരുമെന്ന് വിചാരിക്കേണ്ട, എല്ലാം കൂട്ടിയിട്ടേ ഉള്ളൂ. മൊത്തം ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഗ്രേ കളേഴ്സിലാണ് ടോട്ടലി വന്നിരിക്കുന്നത്. നമുക്ക് അകത്തേക്കുള്ളൊരു കാഴ്ച കണ്ടോ. സീറ്റ്സൊക്കെ ആണെങ്കിൽ ഒരു വൈറ്റിലാണ് വരുന്നത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഡോർ ട്രിം പോലെ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടിട്ടുണ്ടെന്ന്.
മെയിനായിട്ട് ഇതിനകത്ത് പ്ലാസ്റ്റിക്സ് വരുമ്പോൾ ഇതൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. ഡോർ 90 ഡിഗ്രി ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ലൈക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടെക്സ്ചറൊക്കെ കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഒരു വൈറ്റിനകത്ത് കുറച്ച് ഡോട്ടഡ് ആയിട്ട് വരുന്ന ടെക്സ്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. കൊള്ളാം. അതുപോലെ ഹർമൻ കാർഡിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. മ്യൂസിക് സിസ്റ്റം ഒക്കെ ഹർമൻ കാർഡിൻ്റെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അകത്തേക്ക് നമുക്ക് നോക്കാം. സീറ്റ്സിലേക്ക് വരുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം ലെതററ്റും അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ കോമ്പിനേഷൻസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു ലെതററ്റ് ഭാഗമാണ്, പെർഫറേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഈ ബോൾസേഴ്സ് ഒക്കെ കണ്ടില്ലേ, ഈ ഒരു ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിത് ടോപ്പ് എൻഡ് വരുമ്പോഴും നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ല. കാരണം വെച്ചാൽ പൈസ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യണമല്ലോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു വണ്ടികളൊന്നും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇല്ല. നമുക്ക് സീറ്റ് ഹൈറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കിട്ടിയാൽ മതി. അപ്പോൾ അത് ഈ വാഹനത്തിനകത്ത് പൊതുവേ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇലിമിനേറ്റഡ് ആയിട്ട് ലോഗോ വരുന്ന സ്റ്റിയറിംഗ് ആണ്. ഇത് നമ്മൾ നിത്യമായിട്ട് എല്ലാ ടാറ്റ വാഹനങ്ങളിലും നമ്മൾ ഏത് വേരിയൻറ്റ് വൈസ് വ്യത്യാസം ഇല്ലാതെ കാണുന്ന ഒരു സ്റ്റിയറിംഗ് ആണ്. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റിയറിങ്ങിന് തൊട്ട് താഴെ ഒരു പാഡൽ ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇലക്ട്രിക് വണ്ടിയാണെങ്കിലും ലൈക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് എന്തിനാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്മിഷന് വേണ്ടിയല്ല, ശരിക്കും പറഞ്ഞാൽ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അതായത് നമുക്കിപ്പോൾ റീജൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0, 1, 2, 3 അങ്ങനെ 3 മോഡ്സ് ഉണ്ട്. അതുപോലെ നമുക്കൊരു 3 ഡ്രൈവ് മോഡ്സും ഉണ്ട് ഈ വാഹനത്തിനകത്ത്. അപ്പം അതിൻ്റെ ഡ്രൈവ് മോഡ്സ് ടോഗിൾ ചെയ്യാനല്ല, റീജനറേഷൻ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ റേഞ്ച് കിട്ടുന്ന രീതിയിലൊക്കെ വാഹനം നമുക്ക് ഓടിക്കാണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റിയറിങ്ങിനെ കുറിച്ചും സീറ്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. നമുക്കിനി അകത്തേക്ക് കയറിയതിന് ശേഷം ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് ഡിസ്പ്ലേയിൽ വരുന്ന ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഹർമൻ കാർഡിനാണ് പവർ ചെയ്തിരിക്കുന്നത്. 10.25 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. IRA കണക്ടിവിറ്റിയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. അത്യാവശ്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൽ ആർക്കേഡിൻ്റെ ആപ്സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് പാനലിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും ഒരു 10.25 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്ന ഡിസ്പ്ലേ ആണ്. അത്തരം കാര്യങ്ങളൊന്നും വ്യത്യാസങ്ങൾ വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ ഡാഷ്ബോർഡ് ഏരിയയൊക്കെ കാണാം, നമുക്ക് കണ്ടോ ഒരു ഗ്രേ കളറിലാണ് വന്നിരുന്നത്. ഇത്ര നാൾ നമ്മളൊരു ബ്ലാക്ക് കളർ ട്രീറ്റ്മെൻറ്റ് കാണുമ്പോൾ ഫുള്ള് ഗ്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ എയർ ബാഗ്സ് ഒക്കെ നമുക്ക് കാണാം. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. അതുപോലെ ESPയും സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗം എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റിൽ ഡോട്ടഡ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ അതിനകത്ത് ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ട്രൈ സ്റ്റാർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാറ്റേൺ നമുക്കിവിടെ ക്ലോസ് ലുക്കിൽ നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ ഒരു അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഹാർഡ് പ്ലാസ്റ്റിക് ആണെങ്കിലും കുറച്ച് ബലമുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്കത് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AC-യുടെ സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. AC-യുടെ മാത്രമല്ല, അല്ലാതെ കുറച്ച് സാധനങ്ങളുണ്ട്. എന്നാൽ ഇത് ഡിജിറ്റലായിട്ടാണ്, ഫിസിക്കൽ പ്ലസ് ഡിജിറ്റലാണ് വരുന്നത്. ഫ്രണ്ടിലെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്, അതായത് നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വാഹനം ലോക്കാണ്. 360 ഡിഗ്രിയുടെ ക്യാമറ ഇവിടെയാണ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഒരു 360 ഡിഗ്രിയുടെ ക്യാമറ ആണ്. അത് പല വ്യൂവിൽ നമുക്ക് കാണാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. AC-യുടെ കൺട്രോൾസും ഫാൻ്റെ കൺട്രോൾസും ഇവിടെ വരുന്നുണ്ട്. അതങ്ങനെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്തേക്കാണെങ്കിൽ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഉണ്ട്. USB ഇൻപുട്ട് ഉണ്ട്. 12 വോട്ടിൻ്റെ ചാർജർ ഉണ്ട്. അപ്പം എല്ലാ തരത്തിലുള്ള ഫോണുകളും ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജ്വൽഡ് ആയിട്ടുള്ള ഒരു റോട്ടർ ഡയലാണ് വന്നിരിക്കുന്നത്. കണ്ട് അതിനകത്തൊരു ഡിസ്പ്ലേ പോലെയാണ്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഈ കാര്യങ്ങളൊക്കെ. ഇത് നല്ല രസമുണ്ട്. ഒരു പ്രീമിയം വാഹനത്തിനകത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഹാരിയർ സഫാരിയിലൊക്കെ അതുള്ള അതേപോലുള്ള റോട്ടർ ഡയൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഹനത്തിൻ്റെ ഡ്രൈവ് മോഡുകളാണ്. ഏറ്റവും നോർമൽ, എക്കോ, സ്പോർട്ട് എന്നുള്ള ഒരു മോഡിലേക്കാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു 40 കിലോവാട്ടിൻ്റെ ബാറ്ററി മാത്രമേ ഈ ഡ്രൈവ് മോഡുകളുള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് പഞ്ചിൻ്റെ കീ വരുന്നത് നോർമലായിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കീ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അതുപോലെ ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച്. ഈ ഒരു 40 കിലോവാട്ടിലേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു വാഹനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹിൽ ഡിസെൻറ്റ്, അപ്പ് ഹിൽ കയറാനുള്ള കൺട്രോൾസും എല്ലാം വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. നമുക്കൊരു ഫോൺ വയ്ക്കാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ആംബ്രസ്റ്റ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനകത്ത് യൂട്ടിലിറ്റി എന്ന നിലയിൽ ഒരു ചെറിയൊരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അതിനൊന്നും കുറച്ചിട്ടില്ലെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻറ്റീരിയറൊക്കെ വളരെ നീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. ട്രീറ്റ്മെൻറ്റ്സിലുള്ള ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ AC-യുടെ ഗ്രിൽസൊക്കെ ആണെങ്കിൽ നോർമലായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇനി റൂഫിലേക്കാണ് നമ്മൾ വരുന്നത്. റൂഫിലേക്ക് വരുന്ന സമയത്തേക്ക് ഓട്ടോ ഡിമ്മിങ് ഉള്ള IRV നമുക്ക് വാഹനത്തിനകത്ത് കാണാൻ നമുക്ക് സാധിക്കും.
2 സൺവൈസേഴ്സ് ഉണ്ട്, ഒരെണ്ണത്തിനകത്ത് വാൻറ്റി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ സമയത്ത് ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ SOSൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പാസഞ്ചർ എയർ ബാഗ് ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാനുള്ള സ്വിച്ച്. അതുപോലെ നമുക്കൊരു സൺറൂഫ് ഒക്കെ ഉണ്ട്. സൺറൂഫിൻ്റെ സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ഈ സൺറൂഫ് നമുക്ക് വോയിസ് കമാൻഡിൽ വർക്ക് ചെയ്യും. 6ഓളം ലാംഗ്വേജസിൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഈവൻ മലയാളം അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം 6 ലാംഗ്വേജസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഏകദേശം 200+ കമാൻഡ്സ് നമുക്ക് ഇതിനകത്ത് നമുക്ക് വോയിസ് കമാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വണ്ടി കുറച്ചും കൂടെ സ്മാർട്ടായി എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയാം. സീറ്റ്സ് ഒക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി എൻ്റെ ഒരു സെക്കൻഡ് റോയിലേക്ക് വരാം. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഉള്ള കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് അടിപൊളിയായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. സ്കൂപ്പി ആയിട്ടുള്ള സീറ്റ്സ് കൊടുത്തിരിക്കുന്നതുകൊണ്ടൊക്കെ ആണെങ്കിലും ലെഗ് സൈസ് ഡീസൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് റൂം ആണെങ്കിലും ലൈക്ക് ഇവിടെയും ഒരു സ്കൂപ്പി ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. എനിക്ക് അതായത് ഒരു 6 അടിയുള്ളവർക്ക് വരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു തൈ സപ്പോർട്ട്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം കണ്ടോ, എനിക്ക് ഇവിടം വരെയുള്ള സപ്പോർട്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റിങ്ങിൻ്റെ ഒരു പൊസിഷൻ നല്ല കണ്ടോ, ഒരു ചെരിവ് L ഷേപ്പിൽ. അപ്പം നമ്മുടെ നട്ടിൽ ശരിക്കും ഒരു 90 ഡിഗ്രിയിൽ തന്നെ നമുക്ക് ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ കീപ്പ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രയ്ക്കൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ്. നടുക്കിലേക്ക് വരുമ്പോൾ ഒരു ആംറസ്റ്റ് ഒക്കെ കൊടുത്ത് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിട്ടുണ്ട്. ഒരു കപ്പ് ഹോൾഡർ വെച്ചിട്ടില്ല, അതൊരു ചെറിയൊരു എമൗണ്ടിൻ്റെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് അവർ ലാഭിച്ചു കേട്ടോ. ബാറ്ററിയൊക്കെ നമുക്ക് അങ്ങനെ തന്നെങ്കിലും ചെറിയ കപ്പ് ഹോൾഡർ പോലുള്ള സംഭവങ്ങളൊക്കെ അവിടെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഒരു കുറ്റമല്ല കേട്ടോ, അങ്ങനെ കുറ്റമായിട്ടല്ല പറയുന്നത്, നമ്മൾ ചെറിയ ചെറിയ നിരീക്ഷണങ്ങൾ പറയുന്നതേ ഉള്ളൂ. സീറ്റ് ബെൽറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഐസോ ഫിക്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ലെതറായിട്ട് വരുന്ന ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിലും ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോൺ ചാർജ് ചെയ്യാൻ 15 വാട്ടിൻ്റെ ഒരു ചാർജിങ് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ ഉള്ള വാഹനങ്ങൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു AC വെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അത് കട്ട് ഷോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ബാറ്ററി നമുക്ക് പാക്ക് കൂടുതൽ വന്നപ്പോഴത്തേനും ചില കാര്യങ്ങളൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അവർ കുറച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇത് ചെറിയൊരു ക്യാബിനായിട്ടുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ AC കുറച്ചുകൂടെ ഹൈ റൈസ്ഡ് ആയിട്ടുള്ള വരുന്ന ഒരു AC ആയതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ ഇരിക്കുന്ന സമയത്തും ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പം വൈസ്ലി പ്ലാൻഡ് ആണ്. അത് കോസ്റ്റ് കട്ട് ചെയ്യേണ്ട അടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ബാക്കിലെ സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറയുന്നത്. നമുക്കിനി ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കുകയാണ് വേണ്ടത്, ഇത് റോഡിൽ എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ്. അതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 0 to 100 9 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഈ വാഹനം പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ എറണാകുളത്ത് അത്രയും തിരക്കുള്ള റോഡുകൾ ഉള്ളത് കൊണ്ട് ഓടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. 0 to 100 എന്ന് പറയുന്ന 9 സെക്കൻഡാണ്. മോനെ 9 സെക്കൻഡൊക്കെ എടുത്തോളെന്നാണ് തോന്നുന്നത് കേട്ടോ. കൊള്ളാം കേട്ടോ, അടിപൊളി. ഇത് വളരെ ഒരു ഓപ്പൺ റോഡ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു സെക്കൻഡിലേക്ക് ഒന്ന് ട്രൈ ചെയ്യുന്നതേ ഉള്ളൂ. കൊള്ളാം, നല്ല പെർഫോമൻസ് ആണ്. ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറയും, നമ്മളിപ്പോൾ ഓടിക്കുന്ന 40 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കുള്ള വാഹനമാണ്. അതാണ് നമുക്ക് ഇത്ര പെർഫോമൻസ് കിട്ടുന്നത്. 30 കിലോവാട്ടിൻ്റെ ബാറ്ററിക്ക് നമുക്ക് കുറച്ചുകൂടി ഒരു 12 സെക്കൻഡോളം നമുക്ക് വേണ്ടി വരും. പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് ഒന്നും നമുക്ക് മോശമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു ഹാൻഡ്ലിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നത്. സീറ്റിൻ്റെ പൊസിഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് ഒരു മൈക്രോ SUV ഗണത്തിൽ വരുന്നതുകൊണ്ട് തന്നെ സീറ്റിൻ്റെ പൊസിഷൻ ആണെങ്കിലും വളരെ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പവർ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഒരു ലൈക്ക് മോട്ടറിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 30 കിലോവാട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 88 PS പവറാണ് കിട്ടുന്നത്. പക്ഷേ 40ലേക്ക് വരുന്ന സമയത്തേക്ക് അത് 130 HP ആണ് നമുക്ക് കിട്ടുന്നത്. വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 158 Nm ടോർക്ക് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതായത് ഇലക്ട്രിക് വാഹനമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ലോഞ്ച് അറിയാമല്ലോ, ഇലക്ട്രിക് വാഹനങ്ങൾ പൊതുവെ ഏത് വാഹനങ്ങൾ എടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഞ്ച് അടിപൊളിയായിരിക്കും. കാരണം നമുക്കൊരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഫീലിംഗ്, നമ്മൾ സീറ്റിലേക്ക് പതിഞ്ഞു പോകുന്ന രീതിയിലേക്കായിരിക്കും വാഹനം എടുക്കുന്നത്. വളരെ ഫാസ്റ്ററായിട്ടാണ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ക്യാമറയിൽ കാണുമ്പം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ്. പിന്നെ നമുക്ക് റേഞ്ച് ആൻസിറ്റിയുടെ കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് പഞ്ച് എന്ന് പറയുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു വിഷമവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. 5 സ്റ്റാർ സേഫ്റ്റി തന്നെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിലയും ഒരു പ്രശ്നമില്ല. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാണ്ട് പറ്റും. നിങ്ങൾ എന്താണെങ്കിലും ഈ വാഹനം ഒന്ന് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം എന്ന് പറയുന്നത്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ബാറ്ററി സർവീസ് ഒന്നും അങ്ങനെ കേരളത്തിൽ ആദ്യം ഓപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കുറവായിരിക്കും. കാരണം വെച്ചാൽ ഒരു വണ്ടി എടുത്തിട്ട് വീണ്ടും മാസം ബാറ്ററിക്കും വണ്ടിയുടെ ലോണൊക്കെ അടയ്ക്കാൻ മടിയായിരിക്കും.
എന്നാൽ പോലും നമ്മൾ ടോപ്പ് എൻഡിൻ്റെ വില എടുത്തെന്ന് പറഞ്ഞാലും 12 ലക്ഷം രൂപ അടുത്ത് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഡീസൻ്റ് ആയിട്ടുള്ളൊരു വാഹനം, 15 വർഷം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം, ടാറ്റ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വാഹനം. ലൈക്ക് സർവീസിൻ്റെ ഒക്കെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലൈക്ക് ഇഷ്യൂസൊക്കെ വളരെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. ടാറ്റ അതിന് പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നാണ്. EVയുടെ കേസുകളിലുണ്ടായിരുന്ന പരാതികളൊക്കെ അറ്റ്മോസ്റ്റ് ഏകദേശം തീർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എണ്ണത്തിൻ്റെ കൗണ്ട് എടുത്ത് നോക്കിയാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ടാറ്റയുടെ വാഹനങ്ങളാണ്. ഇലക്ട്രിക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബ്രാൻഡുകൾക്ക് ടാറ്റയെ ഓവർ കവർ ചെയ്യേണ്ട അടുത്ത കാലത്തെങ്കിലും പറ്റുന്ന ഒരു രീതിയിലേക്കല്ല. പഞ്ചിൻ്റെ സെയിൽസ് ഫിഗേഴ്സ് തന്നെ ഏറ്റവും ടോപ്പായിട്ടാണ് നിൽക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് ഈ മനോഹരമായിട്ടുള്ള കൊച്ചു വണ്ടി എപ്പോഴും ഒരു വിജയമായിട്ട് തന്നെ തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇലക്ട്രിക്കിലേക്കുള്ള ചുവടുവെപ്പിലേക്ക് മുമ്പോട്ട് പോകാൻ തന്നെ ഉള്ളൊരു ആഹ്വാനം മുമ്പോട്ട് തരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണമെന്ന് എഴുതുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോ.